300 കിലോ കപ്പയും 150 കിലോ ബീഫും ഉപയോഗിച്ച് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇത്. ഈ കൂട്ടിയിട്ടിരിക്കുന്ന കപ്പ മാത്രമല്ല, തൊട്ടടുത്തുള്ള ചാക്കുകൾക്കുള്ളിലും കപ്പ ഇരിപ്പുണ്ട്. മൊത്തത്തിലുള്ള 300 കിലോ കപ്പയിൽ ഒരു 60 കിലോയ്ക്ക് മുകളിൽ കപ്പ വാഴയ്ക്കക്കപ്പ എന്ന രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. വാഴയ്ക്കക്കപ്പ എന്ന് ഉദ്ദേശിക്കുന്നത് സാധാ കപ്പ തന്നെയാണ്, പക്ഷേ അത് പൊളിച്ചു കഴിഞ്ഞതിന് ശേഷം സാധാരണ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി ഒരു റെഡിഷ് കളർ ഉണ്ടായിരിക്കും. അതാണ് വ്യത്യാസം. 300 കിലോ കപ്പ ഒറ്റ ഇരിപ്പിന് പൊളിക്കണ്ട എന്ന് കരുതിയിട്ട് ഞങ്ങൾ കപ്പ പൊളിച്ചത്രയും വെള്ളത്തിലിട്ടതിന് ശേഷം സബോള പൊളിക്കാമെന്ന് ഓർത്തു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ സബോള വെക്കാനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത ടൈമിൽ ഞാൻ ചെമ്പിൽ വെള്ളം പിടിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ചെറിയ ലാഗ് ഉണ്ടായിരിക്കും, കാരണം ഇത്രയും കുറച്ചധികം ലെങ്തി വീഡിയോ ആണ്. അത് കട്ട് ചെയ്തിട്ടാണ് ഒരു 10 മിനിറ്റ് ആക്കിയത്. കഴിയുന്നതും എല്ലാവരും ഫുള്ള് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെമ്പിലേക്ക് വെള്ളമെല്ലാം ഇട്ടതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ആ സബോള ചാക്കെടുത്ത് അവിടെ ഒരു അടപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ വെച്ച് പൊളിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി. ഇത് ആദ്യം കുറച്ച് മാത്രം പൊളിച്ച സബോളയാണ്. അത് അപ്പം തന്നെ പൊളിച്ചതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ടേച്ചു. ഞങ്ങൾ പിന്നെ കഥയൊക്കെ പറഞ്ഞൊരൊറ്റ ഇരിപ്പായിരുന്നു സബോള പൊളിക്കാനായിട്ട്. പിന്നെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ പതിയുള്ള പരിപാടി ആയതുകൊണ്ട് സമയം പോകുന്നതേ അറിയത്തില്ല. ഉള്ളതിൽ ഏറ്റവും സുഖമുള്ള പരിപാടിയാണ്. അങ്ങനെ സബോള എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറുള്ളിയൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ചു. അതുപോലെ ഇത് കപ്പ ബിരിയാണിയുടെ അരപ്പ് അല്ലെങ്കിൽ മസാലയാണ്. ഇത് തേങ്ങ വറുത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ കപ്പ ഫുള്ള് 300 കിലോ കപ്പ ഫുള്ള് തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കൊത്തുന്ന പരിപാടിയാണ്. ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഞങ്ങൾ കൊത്തി തീർത്തത്. അങ്ങനെ ബീഫ് വന്നു. ബീഫ് ഞങ്ങൾ കഴുകി വാരി ചെമ്പിൽ കയറ്റി മസാല എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തു. അങ്ങനെ ഇളക്കിയതിന് ശേഷം നല്ല രീതിക്ക് തീ കൊടുത്തു. നല്ല റബ്ബർ വിറകായതുകൊണ്ട് നല്ല രീതിയിൽ കത്തുന്നുണ്ട്. അങ്ങനെ കപ്പ ബിരിയാണിക്ക് വേണ്ട ബീഫ് അടുപ്പിൽ കയറി തീയൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ ഇട്ട് കൊടുത്തു. ഞങ്ങളൊരു 3/4 മണിക്കൂർ കഴിഞ്ഞ് വന്ന് അടപ്പ് തുറന്നപ്പോൾ ബീഫ് ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നു. വെന്തിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവോളയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്തു.
സവോള ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ്, കപ്പ ബിരിയാണിയുടെ ആ ഒരു മസാല ഇതിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കപ്പ ഫുള്ള് കുത്തിക്കഴിഞ്ഞു. ഈ ഒരു സൈസിലാണ് മൊത്തത്തിൽ കപ്പ കൊത്തി എടുത്തിട്ടുണ്ടായിരുന്നത്. ബീഫിൻ്റെ ചെമ്പിൻ്റെ തീയെല്ലാം കുറച്ചു. ബീഫായി കിടക്കുവാണ്. നമ്മൾ ആ ഒരു തേങ്ങ അരപ്പിട്ടതിന് ശേഷം വീണ്ടും ഒരു മണിക്കൂർ വേവിച്ചു. അതിന് ശേഷമാണ് തീ കുറച്ചത്. ഇപ്പോൾ 2 ചെമ്പിൽ വെള്ളം കയറ്റി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കപ്പ ഇടാനുള്ള വെള്ളമാണ് ചൂടാക്കുന്നത്. വെള്ളത്തിന് നല്ല രീതിയിൽ തിള വന്നതുകൊണ്ട് ഞങ്ങൾ കപ്പ ഇട്ട് കൊടുത്തു. പിന്നെ കപ്പ കോരുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കപ്പ കോരിയതിന് ശേഷം ഇതൊന്ന് ഉടച്ചെടുക്കണം, എന്നാൽ മാത്രമേ കപ്പ ബിരിയാണി പരുവാകത്തുള്ളൂ. അപ്പം വേറെ ഒരു 3-4 ചെമ്പ് റെഡിയാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് അത് ഉടയ്ക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കപ്പയെല്ലാം നല്ല രീതിയിൽ ഉടച്ചതിന് ശേഷം നമ്മുടെ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് അത് കപ്പയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യണം. അങ്ങനെ 4 ചെമ്പിലായിട്ട് കപ്പ ഡിവൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഓരോ ചെമ്പിലേക്ക് ഈ ബീഫ് ഒഴിച്ചൊഴിച്ചൊഴിച്ച് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. ബീഫിന് ചെറുതായിട്ട് കുരുമുളകിൻ്റെ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് കുരുമുളകും ഉപ്പും ഇട്ട് കൊടുത്തു. അതിനുശേഷം എല്ലാ ചെമ്പിലേക്കും കറക്റ്റായ രീതിയിൽ പീസ് ചെല്ലുന്ന രീതിയിൽ കറക്റ്റായിട്ട് എല്ലാത്തിലേക്കും ഓരോ ബൗൾ വെച്ച് വീതിച്ചിട്ട് കൊടുത്തു. അങ്ങനെ എല്ലാ ചെമ്പിലേക്കും കറക്റ്റായിട്ട് ബീഫ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇനിയാണ് ശരിക്കുള്ള പരിപാടി. ഇത് കറക്റ്റായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. അതുപോലെ ഈ കപ്പ ഇളക്കുമ്പോൾ അധികം കപ്പ പൊടിയാത്ത രീതിയിലാണ് ഇത് ഇളക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കപ്പ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്.